ഇന്ത്യ പാക് സംഘർഷം അവസാനിപ്പിച്ചത് താനാണെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അവകാശവാദമുണ്ട്. ഇന്ത്യ ശക്തമായി അത് നിഷേധിക്കുമ്പോഴും അതേ വാദം ട്രംപ് പല തവണ ആവർത്തിച്ചു. ഏറ്റവും ഒടുവിൽ ദക്ഷിണാഫ്രിക്കൻ പ്രസിഡന്റ് സിറിൽ റമഫോസയുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ട്രംപ് അത് തന്നെ പറഞ്ഞു. വൻ തീരുവ ചുമത്തിയും വർഷങ്ങളായി നൽകി വന്ന ധനസഹായം നിർത്തിവെച്ചും ഇന്ത്യക്കെതിരെ കടുത്ത നടപടികൾ സ്വീകരിച്ചാണ് രണ്ടാം ട്രംപ് ഭരണം ആരംഭിക്കുന്നത് തന്നെ. ഇന്ത്യൻ കുടിയേറ്റക്കാരെ കൈകാലികൾ ചങ്ങലക്കിട്ട് നാട് കടത്തിയതും വലിയ കോളിളക്കം സൃഷ്ടിച്ച സംഭവമായിരുന്നു. ഒടുവിൽ ഇന്ത്യയിൽ അധികം ഐഫോൺ ഉൽപ്പാദനം വേണ്ടെന്ന് ആപ്പിളിന്റെ ടിം കുക്കിനെ ട്രംപ് ഭീഷണിപ്പെടുത്തുന്നതും നമ്മൾ കണ്ടു. ഈ പ്രതിസന്ധിക്ക് പരിഹാരം കാണാൻ പുതിയൊരു തന്ത്രം ഇറക്കിയിരിക്കുകയാണ് കേന്ദ്രം ഇപ്പോൾ. ട്രംപിന്റെ ഒരു അടുപ്പക്കാരനെ ലോബിയിങ്ങിനായി കോടികൾ ശമ്പളം കൊടുത്ത് ഏൽപ്പിച്ചിരിക്കുന്നു. ഇന്ത്യക്ക് മറുപടിയായി പാകിസ്ഥാനും മറ്റൊരു ലോബിയിസ്റ്റിനെ ഹയർ ചെയ്തിട്ടുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം. വാർത്തയുടെ വിശദാംശങ്ങൾ പരിശോധിക്കാം. എല്ലാവർക്കും ഇൻഡെപ്തിലേക്ക് സ്വാഗതം. പഹൽഗാം ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യക്കും പാകിസ്ഥാനുമിടയിൽ സംഘർഷം മൂർച്ഛിക്കുന്നതിനിടെയാണ് കഴിഞ്ഞ മെയ് 10 ഡൊണാൾഡ് ട്രംപിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് വരുന്നത്. അമേരിക്കയുടെ നേതൃത്വത്തിൽ മണിക്കൂറുകൾ നീണ്ട ചർച്ചയ്ക്കൊടുവിൽ ഇന്ത്യക്കും പാകിസ്ഥാനും വെടിനിർത്തൽ സമ്മതിച്ചിരിക്കുന്നു എന്നായിരുന്നു പ്രഖ്യാപനം. പിന്നാലെ US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ പോസ്റ്റും വന്നു. രണ്ട് പോസ്റ്റുകൾ വന്ന് ഏതാനും മിനിറ്റുകൾക്കകം കേന്ദ്ര സർക്കാരും പാകിസ്ഥാനും വെടിനിർത്തൽ ഔദ്യോഗികമായി സ്ഥിരീകരിക്കുകയും ചെയ്തു. പാകിസ്ഥാൻ ട്രംപിനും US-നും നന്ദി പറഞ്ഞെങ്കിലും ഇന്ത്യ അമേരിക്കയ്ക്ക് ഒരു ക്രെഡിറ്റും നൽകിയില്ല. എന്നാൽ മണിക്കൂറുകൾക്ക് മുൻപേ ട്രംപ് നടത്തിയ പ്രഖ്യാപനം ഇന്ത്യയിൽ വലിയ രാഷ്ട്രീയ വിവാദമായി മാറി. ഇന്ദിരാഗാന്ധിയുടെ കാലം മുതൽ ഇന്ത്യ പാക് വിഷയത്തിൽ, പ്രത്യേകിച്ചും കശ്മീർ വിഷയത്തിൽ രാജ്യം സ്വീകരിച്ചു പോന്ന വിദേശ നയം അട്ടിമറിക്കപ്പെട്ടു എന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം. ഇന്ത്യയുടെ പരമാധികാരം ലംഘിക്കപ്പെട്ടെന്നും വിമർശനങ്ങൾ ഉയർന്നു. വിമർശനങ്ങൾ ഉയർന്നതോടെ കേന്ദ്രം ആരോപണങ്ങൾ ശക്തിയുക്തം നിഷേധിച്ചു. വെടിനിർത്തലിൽ മൂന്നാമതൊരു കക്ഷിയുടെ ഇടപെടൽ ഉണ്ടായിട്ടില്ല എന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. പാക് സൈനിക മേധാവി ആവശ്യപ്പെട്ടാണ് അനുരഞ്ജനത്തിന് തയ്യാറായതെന്നും വിശദീകരണം വന്നു. എന്നാൽ അതിനുശേഷവും പലതവണ ട്രംപ് അതേ അവകാശവാദങ്ങൾ ആവർത്തിച്ചു. പശ്ചിമേഷ്യയിൽ ചെന്നും അതേക്കുറിച്ച് സംസാരിച്ചു. ഇടയ്ക്ക് വാക്കുമാറ്റിയെങ്കിലും ഇക്കഴിഞ്ഞ ദിവസം വീണ്ടും അതേ വാദങ്ങൾ ട്രംപ് പിന്നെയും ഉയർത്തി. നിരന്തരം തലവേദന സൃഷ്ടിക്കുന്ന ഡിയർ ഫ്രണ്ടിനെ മെരുക്കാൻ ഉപദേഷ്ടാക്കൾ മോദിക്ക് നൽകിയ ഉപദേശമാണോ എന്നറിയില്ല. ഏതായാലും ട്രംപിന്റെ നയങ്ങളെയും നിലപാടുകളെയും സ്വാധീനിക്കാൻ ഒരു ലോബിയിസ്റ്റിനെ തന്നെ കേന്ദ്രം ഹയർ ചെയ്തിരിക്കുകയാണ്. ഒന്നാം ടേമിൽ ട്രംപിന്റെ മുതിർന്ന ഉപദേഷ്ടാവും വിശ്വസ്തനുമായിരുന്ന ജെയ്സൺ മില്ലറാണ് ആ ലോബിയിസ്റ്റ്. ഏകദേശം 1.28 കോടി രൂപയുടെ മാസ ശമ്പളത്തിനാണ് നിയമനമെന്നാണ് വിവരം. എന്നാൽ ഇന്ത്യ പാക് സംഘർഷം ആരംഭിക്കും മുൻപ് തന്നെ നിയമനം നടന്നിട്ടുണ്ട് എന്നാണ് ദേശീയ മാധ്യമങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത്. 2025 ഏപ്രിൽ 24 ജെയ്സൺ മില്ലറുടെ കീഴിലുള്ള SHW പാർട്ട്നേഴ്സ് LLC എന്ന കൺസൾട്ടിംഗ് കമ്പനിയുമായി ഒരു വർഷത്തെ കരാറിലാണ് വാഷിംഗ്ടണിലെ ഇന്ത്യൻ എംബസി ഒപ്പുവച്ചിരിക്കുന്നത്. 15.36 കോടിയോളം രൂപയ്ക്കാണ് കമ്പനിയെ എംബസി കരാർ ഏൽപ്പിച്ചിരിക്കുന്നത്. ഇതേ ദിവസം തന്നെ പാകിസ്ഥാനും രണ്ട് പ്രമുഖരുമായി കരാർ ഒപ്പിട്ടു എന്നാണ് US ഡിജിറ്റൽ മാധ്യമം പൊളിറ്റിക്കോ റിപ്പോർട്ട് ചെയ്യുന്നത്. ട്രംപിന്റെ അടുപ്പക്കാരായ രണ്ടുപേർ, ട്രംപ് ഓർഗനൈസേഷന്റെ മുൻ കോംപ്ലിയൻസ് വിഭാഗം തലവൻ ജോർജ് സോറിയലും ട്രംപിന്റെ മുൻ അംഗരക്ഷകനും കൺസൾട്ടിംഗ് കമ്പനിയായ ജാവലിൻ അഡ്വൈസിന്റെ തലവനുമായ കീത്ത് ഷില്ലറുമാണ് ആ രണ്ട് പ്രമുഖർ. അമേരിക്കയുമായി ദീർഘകാലത്തെ സാമ്പത്തിക സഹകരണത്തിനുള്ള സംവിധാനങ്ങൾ ഒരുക്കാനാണ് രണ്ടുപേരെ നിയമിച്ചിരിക്കുന്നതെന്നാണ് പാക് വിശദീകരണം. വാർത്തകൾ പുറത്തു വന്നതോടെ വിശദീകരണവുമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം രംഗത്തെത്തിയിട്ടുണ്ട്. ഇത്തരത്തിൽ ലോബിയിസ്റ്റുകളെ നിയമിക്കുന്നത് ആദ്യത്തെ സംഭവമല്ല എന്നാണ് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താ സമ്മേളനത്തിൽ പ്രതികരിച്ചത്. കരാർ ഏൽപ്പിക്കപ്പെട്ട കമ്പനിയുമായി പല ഘട്ടത്തിലും എംബസി സഹകരിച്ചിട്ടുണ്ട് എന്നും അദ്ദേഹം വെളിപ്പെടുത്തി. 1950-കൾ തൊട്ട് തന്നെ വിവിധ സർക്കാരുകളുടെ കാലത്ത് ഇത്തരം നടപടികൾ ഉണ്ടായിട്ടുണ്ട് എന്നും ജയ്സ്വാൾ പറയുന്നു. ട്രംപിന്റെ 2016, 2020, 2024 തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനുകളിലെല്ലാം സ്ട്രാറ്റജിക് റോളിലുണ്ടായിരുന്നത് ജെയ്സൺ മില്ലർ ആയിരുന്നു. റിപ്പബ്ലിക്കൻ പാർട്ടി സ്ട്രാറ്റജിസ്റ്റ് എന്ന നിലയിൽ ദീർഘകാലമായി പ്രവർത്തിക്കുന്നയാൾ ട്രംപിന്റെ മുഖ്യ വക്താവായും വൈറ്റ് ഹൗസ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടറായും പ്രവർത്തിച്ചുള്ള പരിചയവുമുണ്ട്. ഈ അർത്ഥത്തിലെല്ലാം സുപ്രധാന നീക്കമാണ് മില്ലറുടെ നിയമനത്തിലൂടെ കേന്ദ്രം നടത്തിയതെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ നിയമനം നടന്ന് ഒരു മാസം പിന്നിട്ടിട്ടും ട്രംപിന്റെ ഇന്ത്യയോടുള്ള നിലപാടിൽ കാര്യമായ മാറ്റം കാണുന്നില്ലെന്ന കാര്യം ആശങ്കയായി നിലനിൽക്കുന്നുണ്ട്. ഇന്ത്യ പാക് സംഘർഷകാലത്തും അതിനുശേഷവും നിരന്തരം കേന്ദ്രത്തെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകളാണ് ട്രംപിന്റെ ഭാഗത്തു നിന്ന് വരുന്നത്. കോടികൾ ചെലവിട്ടുകൊണ്ടുള്ള സ്ട്രാറ്റജിക് നീക്കം വെള്ളത്തിൽ വരച്ച വര പോലെയാകുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത്.